യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം. യേശു കണ്ണുനീർ വാർത്തു. വളരെ ലളിതവും ഏറ്റവും ഷോർട്ടായിട്ടുള്ള വാക്യമെന്ന് നാം ഇതിനെ വിശേഷിപ്പിക്കുമ്പോൾ ഇതിൻ്റെ അന്തസ്സത്ത എന്തെന്നും ആഴമായ അർത്ഥം എന്തെന്നും ഇതിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ലാസറിൻ്റെ മരണവാർത്ത അറിഞ്ഞ് ലാസറിനെ നിദ്രയിൽ നിന്ന് ഉയർപ്പിക്കാൻ വരുന്ന ഒരു യേശു ലാസറിനെ ഓർത്ത് കണ്ണുനീർ പൊഴിക്കുക എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നാം. എന്നാൽ അവിടെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യത നമുക്ക് തിരിച്ചറിയേണ്ടത്. മരിച്ച് മൺമറഞ്ഞ് കല്ലറയ്ക്കകത്ത് ഒതുക്കപ്പെട്ട ഒരു ലാസറിനെ ഓർത്തല്ല യേശു കണ്ണുനീർ പൊഴിക്കുന്നത്. ഒതുക്കപ്പെട്ട മരണത്തിന് കീഴ്പ്പെട്ട ലാസറിനെ ഓർത്ത് കരയുന്ന സഹോദരിമാരെ ഓർക്കുമ്പോഴാണ് ഈ യേശുവിൻ്റെ സ്നേഹം അതിയായി അവരിലേക്ക് ഒഴുകപ്പെടുകയും അവരുടെ ഹൃദയത്തെ തൊട്ടറിയുന്ന സ്നേഹത്തിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ പൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഈ യേശു മാറി നിന്ന് നിങ്ങളെ കാണുന്ന ഒരു യേശുവായിട്ടല്ല, നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്ന് കരയുന്നവരോട് കൂടെ കരയുന്ന, സങ്കടപ്പെടുന്നവരെ സമാശ്വസിപ്പിക്കുന്ന, മനസ്സ് തകർന്നിരിക്കുന്നവരെ അവരെ കെട്ടിപ്പുണരുന്ന ഒരു യേശുവിനെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. പ്രശ്നം ഉണ്ടായ വ്യക്തിയുടെ അടുക്കലേക്ക് ചെല്ലുകയും ആ വ്യക്തിക്ക് പകരപ്പെടേണ്ട സ്നേഹം പകർന്നു കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ആ പ്രശ്നത്തിൻ്റെ പ്രഥമ പരിഹാര മാർഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കുവാനുള്ളൊരു ആത്മധൈര്യവും ശക്തിയും നിങ്ങൾക്ക് ആർജിച്ചെടുക്കുവാൻ അതിലൂടെ കഴിയുമാറാണ്. പ്രശ്നം കേൾക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരുന്നിരുളുന്ന ഒരു ചക്രവർത്തിയായിട്ടോ ഭരണകാര്യകർത്താവായിട്ടോ പ്രമാണിയായിട്ടോ അധികാരിയായിട്ടോ ഒന്നുമല്ല നമുക്ക് യേശുവിനെ കാണാൻ കഴിയുന്നത്. ഒരു പ്രശ്നവുമായി അടുത്ത് ചെന്നാൽ അവൻ നമ്മളോട് കൂടി ഇറങ്ങി വന്ന് നമ്മളിൽ ഒരുവനായി നിന്ന് നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കുന്നവനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഏത് വിഷയത്തിലും ഏതൊരു വേദനയിലും പ്രശ്നത്തിലും ഇങ്ങനെയൊരു പരിഹാരകനായ ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അധൈര്യപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ഈ യേശു ഒരു പ്രശ്ന പരിഹാരകൻ എന്നുള്ളതിനേക്കാൾ അപ്പുറം സൊല്യൂഷനാണ് എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുന്നവനായിട്ടല്ല, എൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട്, എൻ്റെ പ്രശ്നത്തിന് സൊല്യൂഷനായിട്ടാണ് ഈ ക്രിസ്തുവിനെ എനിക്ക് കാണാൻ കഴിയുന്നത്. ഒരു ചോദ്യം ഉയരുന്നതിന് മുൻപേ ഉണ്ടാകുന്ന ഉത്തരം, ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപേ സൊല്യൂഷനുണ്ട്. അങ്ങനെ ഒരു യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ചോദ്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുന്നതിന് മുൻപേ സൊല്യൂഷൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അധൈര്യപ്പെടുന്നത്? നിങ്ങളുടെ ഏത് വിഷയത്തിലും നിങ്ങളുടെ ഏത് പ്രശ്നത്തിലും ഒരു സൊല്യൂഷനായി, ഒരു ഉത്തരമായി പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപേ യേശു കൂടെയുണ്ട് എന്നൊരു ഉത്തമ ബോധ്യം ഇന്ന് നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നൽകി തരുമാറാകട്ടെ. ഒരിക്കലും തീർന്നു പോകാതെ ചോർന്നു പോകാതെ നമ്മെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ നിറവിൽ അവനോട് ചേർന്നിരുന്ന് എല്ലാ പ്രശ്നത്തെയും അഭിമുഖീകരിക്കുവാനും സധൈര്യം മുൻപോട്ട് പോകുവാനുമുള്ള ദൈവിക കൃപ ആർജിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ.